നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. കൃഷ്ണകൃപാമൂർത്തി ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 18ാമത്തെ അധ്യായം, സന്യാസത്തിന്റെ പരിപൂർണത. ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. 55ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്തി സേവനത്തിലൂടെ മാത്രമേ ഭഗവത് തത്വം, ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് പോലും, മുക്തി ലഭിച്ചവർക്ക് പോലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഭക്തി സേവനത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുക്തി അതിന്റെ മുന്നേ തന്നെ ലഭിക്കുന്നതാണ്. ഭഗവാനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ തന്നെ മുക്തി ലഭിക്കും. മുക്തി ലഭിക്കുന്നതിന് ജ്ഞാനമാർഗമോ ധ്യാനമാർഗമോ ഒക്കെ മതി. അതിലൂടെ മുക്തി ലഭിക്കും. ആ മുക്തി ലഭിച്ചവർക്കാണ് പിന്നീട് ഭക്തി ലഭിക്കുക എന്ന് 54ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രഹ്മഭൂതം പ്രസന്നാത്മാ നശോചതി നകാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാ. ബ്രഹ്മഭൂത അവസ്ഥയിൽ എത്തിയവർക്ക്, എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കാണാൻ സാധിക്കുന്നവർക്ക് ഭഗവാന്റെ ഭക്തി ലഭിക്കാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഉയർന്ന ഭക്തി ലഭിക്കുന്നതിനുള്ള യോഗ്യതയുണ്ട്. ആ ഭക്തി സേവനത്തിലൂടെ ഭഗവാനെ കുറിച്ച് തത്വത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാം എന്നുള്ള ജ്ഞാനം ലഭിക്കും. അല്ലെ, വാസുദേവ സർവമിതി എന്നുള്ള ആ ജ്ഞാനത്തിലെത്തും. തതോമാൻ തത്വതോ ജ്ഞാത്വ. ഭഗവാൻ തന്നെയാണ് എല്ലാം. എല്ലാം ഭഗവാന്റെ ശക്തികളാണ്. നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഭഗവാന്റെ ശക്തികളാണ്. ഭഗവാന്റെ കാരുണ്യത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തതോമാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. അങ്ങനെയുള്ളവർക്ക്, ഭഗവാന്റെ തത്വം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. പുനർജന്മനൈതി ത്യക്ത്വാ ദേഹം പുനർജന്മനൈതി മാമേതി സോർജന. ജന്മകർമ്മചനൈതികം. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ജന്മകർമ്മങ്ങളെ കുറിച്ച്, അതിന്റെ തത്വം മനസ്സിലാക്കിയവർക്ക് ത്യക്ത്വാ ദേഹം പുനർജന്മനൈതി. അവർക്ക് പുനർജന്മമില്ല. അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. മാമേതി സോർജന. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശദേ തദനന്തരം. അവർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോയാലും ഒരു വ്യക്തി അലിഞ്ഞില്ലാതാകുന്നില്ല എന്ന് ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. അവിടെയും നമ്മൾക്ക് പ്രവർത്തനങ്ങളുണ്ട്. അവിടെ ഭഗവാന്റെ സേവനങ്ങളുണ്ട്. അവിടെ ആനന്ദപൂർവം നിത്യമായിട്ട് നിത്യസേവനത്തിൽ ഏർപ്പെട്ട് ആനന്ദപൂർവം അവിടെ ജീവിക്കാം. അവിടെ എത്തിയവർക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. നിവർത്തന്തി 15ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ ധാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സൂര്യചന്ദ്രന്മാരുടെ ആവശ്യമില്ല. പ്രകാശത്തിന് സൂര്യചന്ദ്രന്മാരുടെ ആവശ്യമില്ല. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നുള്ള ബ്രഹ്മജ്യോതിസ് കൊണ്ട് അവിടെ ഇരുട്ടില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ജീവാത്മാവിന് എങ്ങോട്ടും തിരിച്ചു പോകേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു. നിവർത്തന്തേ തദ്ധാമ പരമമാണ്. അവിടേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ്
പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 46-ാമത്തെ ശ്ലോകത്തിൽ, സർവകർമാണ്യപി സദാ കുർവാണോ മദ്യപാശ്രയം. ഭക്തിയോഗത്തിൽ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. മദ്വ്യപാശ്രയം. ഏതൊരു പ്രവർത്തനം നമ്മൾക്ക് ചെയ്യണമെങ്കിലും ഭഗവാന്റെ അനുമതി ആവശ്യമാണ്. അതുകൊണ്ട് ഭക്തിയോഗം, ഭഗവാന് വേണ്ടിയുള്ള സേവനം, എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരു ഭക്തൻ ചെയ്യുന്നത്. ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിയിൽ ഏതെങ്കിലും പ്രവർത്തനം നടക്കുന്നുള്ളൂ എന്ന് ആ ഭക്തന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭക്തൻ ഭഗവാനെ ആശ്രയിക്കുന്നത്. മയ്യാസക്തമനാപാർത്ഥ യോഗം യുജൻ മതാശ്രയാണ്. 7-ാമത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ ഭഗവാൻ പറയുന്നത്, എന്നെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ യോഗം നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ഭഗവാനെ ആശ്രയിക്കാതെ നമ്മൾക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ഭഗവാന്റെ സേവനം ചെയ്യണമെങ്കിൽ ആദ്യം ഭഗവാന്റെ അനുമതി ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ആദ്യം തന്നെ ദൈവീ പ്രകൃതിയെ ആശ്രയിക്കുമെന്നാണ് പറയുന്നത്. ദൈവീ പ്രകൃതി, യോഗമായയുടെ സംരക്ഷണത്തിലാണ് ഭക്തന്മാർ ഭഗവാന്റെ സേവനം ചെയ്യുന്നത് എന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത് യോഗമായ നമ്മളെ സംരക്ഷിക്കുമെന്നാണ്. മഹാമായയുടെ പിടുത്തത്തിൽ നിന്ന് യോഗമായ നമ്മളെ സംരക്ഷിക്കും. ആത്മാനസ്തു മാപാർന്ന ദൈവീ പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാമാം ഭൂതാദിമഭയം. ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത് നമ്മൾക്ക് മഹാമായയുടെ പിടുത്തത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. ആരൊക്കെയാണോ ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളത് അവർക്ക് മാത്രമേ മായയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ദൈവീഹേഷ ഗുണമയി മമമായ ദുരത്യ. 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എന്റെ മായ, ആർക്കും എന്റെ മായയെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അതും ഭഗവാന്റെ ശക്തിയാണ്, ഭഗവാന്റെ തന്നെ ശക്തിയാണ് മമമായ എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ മഹാമായയുടെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ ശരണം പ്രാപിക്കണം. അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് ആര് സംരക്ഷണം നൽകും? യോഗമായ ശക്തി സംരക്ഷണം നൽകും. ആ യോഗമായയുടെ ദൈവീ പ്രകൃതി എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ദൈവീ പ്രകൃതി, രാധാറാണി അല്ലെങ്കിൽ സുഭദ്രാദേവി, ലക്ഷ്മി ദേവി, സീതാദേവി, ഇവരെല്ലാം ആ യോഗമായയുടെ രൂപങ്ങളാണ്. മഹാമായയുടെ രൂപങ്ങളല്ല, യോഗമായയുടെ രൂപങ്ങളാണ്. അങ്ങനെ ആ ദേവീ പ്രകൃതിയുടെ സംരക്ഷണത്തിൽ, അവരുടെ നിർദ്ദേശത്തിൽ നമ്മൾക്ക് ഭഗവാന്റെ സേവനം നിരന്തരമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്യണമെങ്കിൽ ആസുരിക പ്രകൃതിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് ദൈവിക പ്രകൃതിയുടെ സംരക്ഷണത്തിൽ വരണം. അപ്പോഴാണ് നമുക്ക് നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നത്. അതിനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് മദ്വ്യപാശ്രയം, എന്നെ ആശ്രയിക്കണം. ഭഗവാനെ ആശ്രയിക്കുന്നത് വരെ നമ്മൾ ആരുടെ പിടിയിലാണ്? മഹാമായയുടെ പിടിയിലാണ്. മഹാമായയുടെ പിടിയിൽ ഇരിക്കുന്ന സമയത്ത്, അസുരിക പ്രകൃതിയുടെ പിടിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. നമ്മൾ ആരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്? നമ്മളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈശ്വരോഹം അഹം ഭോഗി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ തന്നെയാണ് ഈശ്വരൻ, എനിക്കാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. സിദ്ധോഹം ബലവാൻ സുഖി, എനിക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സിദ്ധോഹം, ഞാൻ പെർഫെക്റ്റ് ആണ്. ബലവാൻ സുഖി, ഞാൻ സുഖിക്കുന്നു, എനിക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും എന്ന് ആസുരിക പ്രകൃതിയിലുള്ള ഒരു ആളും വിചാരിക്കുന്നു. ബാക്കി ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് അസത്യമാണ്. അസത്യം അപ്രതിഹതം ജഗതാവു അനീശ്വരം. ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാളൊന്നുമില്ല, വേറെ ഈശ്വരനൊന്നുമില്ല. അതെല്ലാം അസത്യമാണ്. അസത്യം. ഈ പ്രകൃതിയിൽ പ്രത്യേകിച്ച് വേറെ നിയമമൊന്നുമില്ല. എന്താണ് നിയമം? നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ ചെയ്യും, അത് തന്നെയാണ് നിയമം. അങ്ങനെയൊക്കെ അവരുടെ ഫിലോസഫി അവർ പറയും. അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, നിങ്ങൾ സ്വതന്ത്രരായിട്ടുള്ള വ്യക്തികളാണ്,
നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാളൊന്നുമില്ല. അസത്യം അപ്രതിഹതം ജഗതാഹു അനീശ്വരം അപരസ്പര സംഭൂതം കിമന്നേ കാമഹൈതുകം. ഇവിടെ നിങ്ങളുടെ ആഗ്രഹമല്ലാതെ നിങ്ങൾ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ആഗ്രഹം അതിനുവേണ്ടി ജീവിക്കാം, അത്രയേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ ഒരു മിഥ്യയാണ് എന്നൊക്കെ പറഞ്ഞു. ലോകം മുഴുവൻ മിഥ്യയാണ്. ഇവിടെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, ഈശ്വരനൊന്നുമില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക, അതാണ് ആസുരിക പ്രകൃതിയിൽ ഉണ്ടാവുന്ന നമ്മുടെ ചിന്തകൾ. ദൈവിക പ്രകൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വാസുദേവ സർവമിതി, ഭഗവാൻ വാസുദേവനാണ് എല്ലാം, ഭഗവാൻ വാസുദേവന്റെ ശക്തിയാണ് എല്ലാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ വാസുദേവനെ സേവിക്കണം. ഞാനും ഭഗവാൻ വാസുദേവന്റേത് തന്നെയാണ്, ഞാനും ഭഗവാന്റേത് തന്നെയാണ്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന, ഞാൻ ഭഗവാന്റെ സ്വത്താണ്. അപ്പോൾ എന്റെ ഊർജം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്? എനിക്ക് ലഭിച്ചിട്ടുള്ള ഊർജമെല്ലാം ഭഗവാനിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രവൃത്തികളൊക്കെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് ദൈവിക പ്രകൃതിയിൽ നമ്മൾക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ദൈവിക പ്രകൃതിയുടെ സംരക്ഷണത്തിൽ നമ്മൾക്ക് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതുവേണ്ടിയിട്ടാണ് ഭഗവാനെ ആശ്രയിക്കാൻ പറയുന്നത്. കുർബാനോ വിപാശ്രയ, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഭക്തി സേവനം ചെയ്യണമെന്നാണ് പറയുന്നത്. ഭഗവാനെ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഭക്തി സേവനത്തിലേക്ക് എത്താൻ പോലും സാധിക്കുന്നില്ല. ഭഗവാനെ ആശ്രയിക്കാതെ നമ്മൾക്ക് ഭക്തി ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്? എങ്ങനെയാണ് ദൈവിക പ്രകൃതിയുടെ സംരക്ഷണത്തിലേക്ക് വരുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ നിരന്തരം ജപിക്കുന്നത് ഭഗവാനെ ആശ്രയിക്കുന്നതാണ്. ഹരേ, ആ ദൈവിക പ്രകൃതിയാണ് നമ്മൾ വിളിക്കുന്നത്. ഹരേ എന്ന് വിളിച്ചിട്ട് ആ ദൈവിക പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ വിളിക്കും. ആ ദൈവിക പ്രകൃതിയുടെ സംരക്ഷണത്തിന് കീഴിലാണ് ഭക്തിയിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പര ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്ത സതതം. അങ്ങനെ ദൈവിക പ്രകൃതിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എല്ലാം എന്തായിരിക്കും? മത്പര. ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളായിരിക്കും. എല്ലാ കർമ്മങ്ങളും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഭാവത്തിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യുന്തോറും കൂടുതൽ കൂടുതൽ ഭഗവാനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകും. ഭഗവാന് നമുക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധി നൽകും. ബുദ്ധിയോഗം ഉപാശ്രിത്യ, ഭഗവാനെ സേവിക്കുന്നതോറും ഭഗവാൻ കൂടുതൽ കൂടുതൽ ബുദ്ധി, ഭഗവാനെ കുറിച്ചുള്ള അറിവ്, എങ്ങനെ ഭഗവാനെ സേവിക്കണം എന്നുള്ള അറിവൊക്കെ നമ്മൾക്ക് നൽകും. ഗുരുക്കന്മാരിലൂടെ നൽകും, മറ്റ് ഭക്തന്മാരിലൂടെ നൽകും, ശാസ്ത്രങ്ങളിലൂടെ നമ്മൾക്ക് നൽകും. അപ്പൊ അതെല്ലാം ബുദ്ധിയോഗമാണ്. പല രീതിയിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് നൽകും. ഉള്ളിൽ നിന്ന് പരമാത്മ രൂപത്തിൽ നമുക്ക് നൽകും. മത്തസ്മൃതിജ്ഞാനം ഉള്ളിൽ നിന്ന് പരമാത്മ രൂപത്തിൽ നൽകും, പുറത്തു നിന്ന് ഗുരുക്കന്മാരുടെ രൂപത്തിൽ നൽകും, അതേപോലെ ഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ നമുക്ക് അറിവ് നൽകും. മറ്റു ഭക്തന്മാരിൽ നിന്നും നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് കിട്ടും. അങ്ങനെ നമ്മൾക്ക് ബുദ്ധിയോഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാനിൽ നമ്മുടെ മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ഭൗതിക ക്ലേശങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. ഭൗതിക ക്ലേശങ്ങൾ നമ്മളെ ബാധിക്കാത്ത അവസ്ഥ വരും. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചുറ്റുപാട് നടക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാത്ത അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 58ാമത്തെ ശ്ലോകത്തിൽ പച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാ തരിഷ്യസി അധ ചേതം അഹങ്കാര ശ്രോഷ്യസി വിനശ്യസി. ഭഗവാനിൽ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സ് ആ ഭഗവാനെ കുറിച്ചുള്ള ബോധത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല. എല്ലാ ക്ലേശങ്ങളെയും നമുക്ക് വളരെ ലളിതമായിട്ട് തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 58ാമത്തെ ശ്ലോകത്തിലെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി.
ധന്യവാദം സുഭാഷ്. ഓം നമോ ഭഗവതേ ദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി. അധ ചേതോമഹങ്കാരാൻ നശ്രോഷ്യസി വിനശ്യസി. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. എന്നെ കുറിച്ച് ബോധവനായിരുന്നാൽ നിനക്ക് എൻ്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എൻ്റെ അഭിമതമനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. ഭാവാർത്ഥം. തികഞ്ഞ കൃഷ്ണാവബോധമുള്ള ഒരാൾ തന്റെ കടമകൾ നിർവഹിക്കുന്നതിനെപ്പറ്റി വലിയ ഉത്കണ്ഠ കാട്ടാറില്ല. ഈ കൂസലില്ലായ്മ എങ്ങനെയുണ്ടാവുന്നുവെന്ന് മൂഢന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കൃഷ്ണാവബോധസ്ഥനായ ഭക്തന് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താകുന്നു കൃഷ്ണൻ. ദിവസത്തിൽ 24 മണിക്കൂറും തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഭക്തന്റെ സുഖത്തിനു വേണ്ടതെന്തെല്ലാമെന്ന് കൃഷ്ണൻ അറിയാം. ആ സുഹൃത്തിന് സ്വയം സമർപ്പിതനാണ് ഭക്തൻ. ആ നിലയ്ക്ക് ജീവിതം ശാരീരികമെന്ന മിഥ്യാബോധത്തിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരത്തിന് ആരും വിധേയരാകേണ്ടതില്ല. താൻ പ്രകൃതി നിയമങ്ങൾക്കതീതനാണെന്നോ തനിക്ക് കർമ്മ സ്വാതന്ത്ര്യമുണ്ടെന്നോ ആരും തെറ്റിദ്ധരിക്കരുത്. പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് വിധേയരാണെല്ലാവരും. പക്ഷേ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഒരാൾ സ്വതന്ത്രനാവും, ഭൗതിക ക്ലേശങ്ങൾക്ക് അതീതനാവും. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാത്തവർ ഭൗതികതയുടെ ചൂഴിക്കൂത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു. സംസാര സമുദ്രത്തിൽ ജനന മരണങ്ങളിൽപ്പെട്ട് വലയുന്നു. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെന്ന് ബദ്ധ ജീവാത്മാവിന് അറിഞ്ഞുകൂടാ. കൃഷ്ണാവബോധം ഉദിച്ചവനാകട്ടെ പ്രവൃത്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അയാൾ ചെയ്യുന്നതെന്തും ഹൃദയസ്ഥനായ കൃഷ്ണന്റെ പ്രേരണയനുസരിച്ചും ആധ്യാത്മിക ഗുരുവിന്റെ സ്ഥിരീകരണത്തോടു കൂടിയുമായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യവാദജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച് നിർത്തണം. മന്മനാഭവം അദ്ഭുതോ മധ്യാജി നമസ്കരം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് ഭഗവാനെ കുറിച്ചാണ് എന്ന് ഭഗവാൻ പറയുന്നു, എപ്പോഴും പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള ബോധത്തിൽ നമ്മൾക്ക് നിൽക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും ഭൗതികമായിട്ടുള്ള ചിന്തകളിലായിരിക്കും. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും, മറ്റുള്ളവരെന്നോട് എന്താണ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും അല്ലെ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് മറ്റൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ സമാധാനമാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. മറ്റുള്ള വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് യഥാർത്ഥ സമാധാനം ഉണ്ടാവുകയുള്ളൂ. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാ ഭാവേദശാദി അശാന്തസ്യ ബുധസുഖം. ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്തവർക്ക് മനസ്സമാധാനം പോലും ഉണ്ടാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് അവർക്ക് മനസ്സമാധാനമില്ല. മനസ്സമാധാനമില്ലാത്തവർക്ക് എങ്ങനെയാണ് സുഖമുണ്ടാകുന്നത് എന്ന് ഭഗവാൻ ചോദിക്കും. നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കണം, സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനെന്ത് വേണം? മനസ്സിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. മറ്റു വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ, മറ്റുള്ളവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ സമാധാനം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതൊരു വിദ്യയാണ്, സമാധാനം ഉണ്ടാകുന്നതിനുള്ള വിദ്യയാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. എപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, മച്ചിത്തം ഭഗവാനെ കുറിച്ചുള്ള ബോധത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, സർവദുർഗാണി എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് മുക്തി കിട്ടുമെന്നാണ് പറയുന്നത്. സർവദുർഗാണി മത്പ്രസാദ തരിഷ്യസി. അതിനൊക്കെ മറികടക്കാൻ സാധിക്കും. ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു എന്നല്ല ഭഗവാൻ പറയുന്നത്,
ആ ക്ലേശങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. പ്രസാദ തരിഷ്യസി. ഭൗതിക ലോകത്തിൽ എന്തായാലും ക്ലേശങ്ങൾ ഉണ്ടാകും, സുഖവും ദുഃഖവും ഉണ്ടാകും, ചൂടും തണുപ്പും ഉണ്ടാകും, വേനലും മഴക്കാലവും ഉണ്ടാകും. ഇങ്ങനെ മാറി മാറി വരും. രാത്രിയും പകലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഭക്തരായതുകൊണ്ട് രാത്രിയും പകലും ഇല്ലാതാകുന്നില്ല. നമ്മൾ ഭക്തന്മാരായതുകൊണ്ട് ചൂടും തണുപ്പും ഇല്ലാതാകുന്നില്ല. നമ്മൾ ഭക്തരായതുകൊണ്ട് വേനലും മഴയും ഇല്ലാതാകുന്നില്ല. അതൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെയൊക്കെ ഒരേപോലെ ഒരേ മനസ്ഥിതിയോടുകൂടി മറികടക്കാൻ ഒരു ഭക്തന് സാധിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെ സാധിക്കും? ആ ഭക്തന് യഥാർത്ഥ ആത്മീയ ബോധത്തിൽ ഇരിക്കാൻ സാധിക്കും. ഞാൻ ഭഗവാന്റെ അംശമായിട്ടുള്ള ഒരു ജീവാത്മാവാണ്. ആ ജീവാത്മാവിന് എന്തൊക്കെ സംഭവിച്ചു, ഏതെല്ലാം ഭൗതിക അവസ്ഥയിലും ഒന്നും സംഭവിക്കുന്നില്ല. ജീവാത്മാവിന് ഒരിക്കലും ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ബോധത്തിൽ ഇരിക്കാൻ സാധിക്കും. അത് യഥാർത്ഥ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ ഉറച്ച് ഇരിക്കാൻ സാധിക്കും. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഭഗവാനിൽ നിന്ന് ആശ്രയം വിട്ടുകഴിഞ്ഞാലോ നമ്മുടെ ജ്ഞാനമൊക്കെ നഷ്ടപ്പെടും, നമ്മുടെ ബോധം നഷ്ടപ്പെടും, നമ്മുടെ ആത്മീയമായിട്ടുള്ള ബോധമെല്ലാം നഷ്ടപ്പെടും. ഞാൻ ആത്മാവാണ് എന്നുള്ള കാര്യമൊക്കെ മറന്നു പോകും. എങ്ങനെയാണ് മറന്നു പോകുന്നത്? ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. കാമേസ്തേ കൃതജ്ഞാന പ്രപദ്യന്റെ അന്യദേവ. കാമം, ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ആത്മീയ ജ്ഞാനം താനെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തിൽ പിന്നെ പ്രവർത്തിക്കേണ്ടി വരും. പിന്നെ ഉത്കണ്ഠകളായ ശരീര ബോധത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉത്കണ്ഠ തന്നെയാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഭഗവാനെ മറന്നു കഴിഞ്ഞാൽ ഉത്കണ്ഠയാണ് ഉണ്ടാവുന്നത്. അല്ലെ? എന്താണ് ഉത്കണ്ഠയ്ക്ക് കാരണം? എന്താണ് നമ്മുടെ ഭയത്തിന്റെ കാരണം എന്നും ഭാഗവതത്തിൽ വിശദീകരിക്കുന്നത്. ഭയത്തിന്റെ കാരണം എന്താണ്? രണ്ട് തരം ചിന്തകളാണ് നമ്മുടെ ഭയത്തിന്റെ കാരണം. ഭയം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഭാഗവതത്തിൽ പറയുക, ഭയം ദ്വിതീയ അഭിനിവേശസ്യ എന്ന് പറയും. അപ്പൊ ഭയം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്. എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഇതാണ് നമ്മുടെ ഭയം. എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല, അതാണ് ഭയം. വേറെന്താണ് ഭയം? ഞാൻ ഇല്ലാതായി പോവും, ഞാൻ ഇപ്പോൾ ഇല്ലാതായി പോവും, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഈ രണ്ട് ഭയങ്ങളാണ് നമ്മൾക്ക് പ്രധാനമായിട്ടുള്ളത്. ഞാൻ ഇല്ലാതായി പോവും, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഇതാണ് നമ്മുടെ ഭയം. പക്ഷെ ഭഗവാൻ നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ രണ്ട് ഭയങ്ങളും ഇല്ലാതാകും. എന്നെ രക്ഷിക്കാൻ ഭഗവാനുണ്ട്, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എന്നെ രക്ഷിക്കാൻ ഭഗവാനുണ്ട്, ഭഗവാൻ എന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവാൻ എന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. അതേപോലെ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഇല്ലാതാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല, നമ്മൾ മരിച്ചു പോകുന്നില്ല. ശരീരം നശിച്ചാലും നമ്മൾ ഇല്ലാതാകുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഭയത്തിനും അടിസ്ഥാനമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാവും. രണ്ട് ഭയം വെറുതെയാണ്. നമ്മളെ രക്ഷിക്കാൻ ആളുണ്ട്, നമ്മൾ ഒരിക്കലും ഇല്ലാതാകുന്നുമില്ല, പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അല്ല, അപ്പൊ ഭഗവാനെ കുറിച്ച് നിരന്തരം ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് ഭയങ്ങളും ഇല്ലാതാകും. ഞാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ ശരീരം നശിക്കുന്ന സമയത്ത് എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ശരീരം ദേഹാന്തര പ്രാപ്തിയിൽ ഒരാൾക്കും ഭയം ഉണ്ടാവുന്നില്ല. ശരീരം ഇല്ലാതായി കഴിഞ്ഞാലും എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാം, സന്തോഷമാണ്, നല്ലതാണ്. ഇപ്പോഴാണെങ്കിലോ, ഇപ്പോഴും ഭഗവാൻ എന്റെ കൂടെയുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കുന്തോറും ഭഗവാനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ സാധിക്കും. ഇങ്ങനെ കൃഷ്ണാബോധത്തിൽ ഉറച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ഭയങ്ങളും, നമ്മുടെ എല്ലാവിധ ടെൻഷനും, നമ്മുടെ എല്ലാവിധ ക്ലേശങ്ങളും നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാ തരിഷ്യസി.
അപ്പൊ എല്ലാവിധ നമ്മുടെ ഉത്കണ്ഠകളെയും മറികടക്കാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശമാണ് ഭഗവാൻ നൽകുന്നത്. എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർത്താൽ മതി. ഭഗവാനെ കുറിച്ച് മറന്നു പോയത് കൊണ്ടാണ് ഭയം. അപ്പോൾ അതിന് മറമരുന്നെന്താണ്? ഭഗവാനെ ഓർത്താൽ മതി. ഭഗവാനെ മറന്നു പോയത് കൊണ്ട് ഭയമുണ്ടായി. എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഭയമുണ്ടായി. എന്നെ രക്ഷിക്കാൻ ഭഗവാനുണ്ട് എന്ന് ഓർത്തു കഴിഞ്ഞാൽ അഭയമായി ഭയമില്ലാതാണ്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാ ദർശിസി. അതിനെന്ത് വേണം? ഈ ഓർമ്മ ഉണ്ടാകണമെങ്കിൽ, ഈ ബോധത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാന്റെ അനുഗ്രഹം വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കണം. ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കണം. അതല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നത്. ഇത്രയും ഭഗവാൻ പറഞ്ഞിട്ടും അതൊന്നുമല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ വിപരീതമാണ്. എനിക്ക് ഭഗവാനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം. ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസം മാത്രമാണ് എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സംഭവിക്കണം. അഥചേത്തും അഹങ്കാരാൻ ശ്രോഷസി വിനശ്യസി. ഭഗവാന്റെ സഹായമില്ലാതെ എനിക്ക് തന്നെ എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ധാരണയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തി ഭൗതികതയിലേക്ക് പോകും, ഭൗതിക ചിന്താഗതിയിലേക്ക് പോകും. പിന്നെ ഉത്കണ്ഠയിൽ ജീവിക്കേണ്ടി വരും. അല്ലെ? ഭഗവാനെ കുറിച്ച് മറന്നു പോകും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശ പ്രണശ്യതി. ഭഗവാനെ കുറിച്ചുള്ള മറവി ഉണ്ടാകും, സമ്മോഹം ഉണ്ടാകും, കാമം ഉണ്ടാകും, ക്രോധം ഉണ്ടാകും. അല്ലെ? കാമം, ക്രോധം, സമ്മോഹം, തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ഭഗവാനെ മറന്നുപോകും. സ്മൃതിഭ്രംശം ഉണ്ടാകും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശം. എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ മറന്നുപോകും. അത് ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെ വീണ്ടും ആ ഈശ്വര അവബോധത്തിൽ നിന്ന് ശരീരബോധത്തിലേക്ക് എത്തി ശരീരമായിട്ട് ജീവിക്കേണ്ടി വരും. ശരീരമായിട്ട് ജീവിക്കുന്നത് വലിയ അധപ്പതനമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു ജീവബോധത്തിൽ നിന്ന്, ആത്മീയബോധത്തിൽ നിന്ന്, ഈശ്വരബോധത്തിൽ നിന്ന് അധപ്പതിച്ച് ശരീരബോധത്തിലേക്ക് എത്തി ശരീരമായിട്ട് ജീവിക്കുന്നത് ആ ജീവാത്മാവിന്റെ അധപ്പതനമാണ്. അതിനെയാണ് പ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. 99% ആളുകളും ശരീരമാണ് എന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. അത് അവരുടെ അധപ്പതിച്ച ജീവിതമാണ്. അങ്ങനെ വീണ്ടും അതിലേക്ക് പോണ്ടി വരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ചേത്തും അഹങ്കാര ന ശ്രോഷസി. ഭഗവാനെ കേൾക്കുന്നില്ലെങ്കിൽ, ഈശ്വരനെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഈശ്വരന് അനുകൂലമായിട്ട്, ഭഗവാൻ അനുകൂലമായി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കൂ. അല്ലെ? ഈശ്വരന്റെ സാമ്രാജ്യമാണ് എല്ലാം. ഈശ്വരന്റെ സാമ്രാജ്യത്തിൽ ഈശ്വരനെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അല്ലെ? ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ പോലീസ് പിടിച്ചുകൊണ്ടു നിയമലംഘനം ചെയ്തു കഴിഞ്ഞാൽ, ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, രാജ്യദ്രോഹ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസ് പിടിച്ചുകൊണ്ടു. ആ പോലീസാണ് മായ എന്ന് പറയുന്നത്. അല്ലെ? ഭഗവാന്റെ നിയമങ്ങൾ അനുസരിക്കാത്തവരെ മാത്രമേ മായ പിടിക്കുന്നുള്ളൂ. ഭഗവാന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരെ ഒരിക്കലും മായ ഉപദ്രവിക്കുന്നില്ല. ഇതുപോലെ നിയമങ്ങൾ ലംഘിക്കുന്നവരെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. നിയമങ്ങൾ ലംഘിക്കാത്തവരെ പോലീസ് സഹായിക്കും. അതുപോലെ മായയെ ഭഗവാനെ അനുസരിക്കുന്നവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നശ്രോഷസി. ആരാണോ ഭഗവാനെ കേൾക്കാത്തത്, ഭഗവാനെ അനുസരിക്കാത്തത്, ഭഗവാനെ അംഗീകരിക്കാത്തത്, അവരാണ് മായയുടെ പിടിയിൽപ്പെട്ട് ഭഗവാനെ മറന്ന് വിനംശസി, ശരീര നിലവാരത്തിൽ ജീവിക്കുന്നത്. ഭഗവാൻ ആ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ട് നമ്മൾ ശരീര നിലവാരത്തിൽ ജീവിക്കുന്നു? ഭഗവാനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ആ ശരീര നിലവാരത്തിൽ അത് പതിച്ച് ജീവിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് കണ്ടീഷനും ഭഗവാൻ പറഞ്ഞു. ഭഗവാനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ക്ലേശങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് മറികടക്കാൻ നമുക്ക് സാധിക്കും. ഇനി അതല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും ശരീരബോധത്തിലേക്ക്
താന്നു പോകേണ്ടി വരും എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അടുത്ത ശ്ലോകത്തിലും ഭഗവാൻ എന്താണ് പറയുന്നത് നോക്കാം. 59ാമത്തെ ശ്ലോകം വായിക്കാം. യദഹങ്കാരമാശ്രിത്യ നയോച്യ ഇതി മന്യസേ വിത്യേഷ വ്യവസായസ്ഥേ പ്രകൃതിസ്ത്വാ നിയോക്ഷ്യതി. 60 ശ്ലോകം കൂടി വായിക്കാം. തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങളാണ്. സ്വഭാവജേന കൗന്ദയ നിബദ്ധസ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹ കരിഷ്യസി അവശോഭിതത്. ഇവിടുത്തെ ഭാവാർത്ഥം വായിച്ചോളൂ. ഞാൻ വായിക്കട്ടെ ഗുരുജി, ഞാൻ വായിച്ചോട്ടെ. എന്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴി പിഴച്ചു പോകും. മാത്രമല്ല നിന്റെ സ്വാഭാവിക പ്രകൃതിയാൽ നീ യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ വേണം. ക്ഷത്രിയ സ്വഭാവിയായ ഒരു യോദ്ധാവാണ് അർജുനൻ. അയാളുടെ സ്വാഭാവിക ധർമ്മമാണ് യുദ്ധം. എങ്കിലും തന്റെ ആചാര്യനെയും പിതാമഹനെയും സുഹൃത്തുക്കളെയും കൊല്ലുന്നുകൊണ്ട് പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് മിഥ്യാഹങ്കാര പ്രേരിതനായ അർജുനൻ ഭയപ്പെടുന്നു. കർമ്മങ്ങളുടെ പുണ്യപാപ ഫലങ്ങൾ തനിക്ക് വിധേയങ്ങളത്രേ അദ്ദേഹത്തിന്റെ വിചാരം. തന്നെ പൊരുതാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സമീപത്തിൽ നിൽപ്പുണ്ടെന്ന കാര്യം അദ്ദേഹം ഓർക്കുന്നില്ല. ബദ്ധജീവാത്മാവിന്റെ വിസ്മൃതിക്ക് ഉദാഹരണമാണിത്. ശരിയും തെറ്റും എന്താണെന്നറിഞ്ഞ് നിർദ്ദേശിക്കുന്നത് പരമപുരുഷനാണ്. ജീവിതത്തിൽ പരിപൂർണത ആർജിക്കണമെന്നുള്ളവർ കൃഷ്ണാവബോധത്തോടെ ആ നിർദ്ദേശം അനുസരിക്കുകയേ വേണ്ടൂ. ഓരോ മനുഷ്യന്റെയും ഭാവി തികച്ചും വ്യക്തമായി ഭഗവാന് മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് അവിടുത്തെ മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉത്തമം. ഭഗവത് നിർദ്ദേശത്തെ അഥവാ ഭഗവത് പ്രതിനിധിയായ ആധ്യാത്മികാചാര്യന്റെ നിർദ്ദേശത്തെ ഒരിക്കലും അവഗണിച്ചുകൂടാ. പരമപുരുഷന്റെ കൽപ്പന നിറവേറ്റുന്നതിൽ വൈമുഖ്യം കാണിക്കരുത്. ഭഗവത് ആജ്ഞ നിർവഹിക്കുന്നവർ ഏതവസരത്തിലും സുരക്ഷിതരായിരിക്കും. 60 ഭാവാർത്ഥം വായിക്കണോ ഗുരുജി? അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീയിപ്പോൾ എന്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരും. ഭാവാർത്ഥം: ഭഗവത് നിർദ്ദേശപ്രകാരം കർമ്മം ചെയ്യാൻ കൂട്ടാക്കാത്തവന് തന്റേതായ സഹജ ഗുണത്തിന് അനുയോജ്യമാകുന്ന പ്രവൃത്തി ചെയ്യേണ്ടി വരും. ത്രിഗുണങ്ങളുടെ വ്യത്യസ്ത രീതിയിലുള്ള സംയോജനത്തിന് വിധേയരാണ് എല്ലാവരും. അപ്രകാരമായിരിക്കും ഓരോരുത്തരുടെയും പ്രവൃത്തി. സ്വമേധയാ ഭഗവന്നിഷ്ഠമായ കർമ്മത്തിൽ ആരേർപ്പെടുന്നുവോ അയാൾ മഹത്വം നേടും. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. താങ്ക് യു നളിനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 4ാമത്തെ അധ്യായത്തിൽ അർജുനൻ ആദ്യം യുദ്ധം ചെയ്യാൻ വലിയ മടിയായിരുന്നു. യുദ്ധം ചെയ്യാൻ മടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ അർജുനൻ നിരത്തിയിട്ടുണ്ടായിരുന്നു. അർജുനൻ പറഞ്ഞത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ്. സ്വജനം ഈ കഥം ഹത്വ സുഖിനശ്യാമ മാധവ. ഇതെല്ലാം എന്റെ സ്വജനങ്ങളാണ്, എന്റെ ബന്ധുക്കളാണ്. ബന്ധുക്കളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്നൊരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അർജുനൻ സ്വന്തം സുഖത്തെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. ഭഗവാന്റെ ഇഷ്ടം എന്താണ് എന്നുള്ള നിലയിൽ അർജുനൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അർജുനൻ ഭഗവാന്റെ താല്പര്യം എന്താണ് എന്ന് ചിന്തിക്കണമായിരുന്നു. പക്ഷെ അർജുനൻ സ്വന്തം താല്പര്യം മാത്രമാണ് ചിന്തിച്ചത്. ഭഗവാന്റെ അഭിപ്രായം എന്താണ് എന്ന് ആദ്യം അർജുനൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് യുദ്ധം ചെയ്താൽ പിന്നെ എനിക്ക് യാതൊരു സുഖവും ഉണ്ടാവില്ല. കാരണം എല്ലാം എന്റെ ബന്ധുക്കളാണ്. അവർ അധർമ്മികളാണെങ്കിൽ പോലും, അധർമ്മികളാണ്, ക്രിമിനലുകളാണ് എങ്കിൽ പോലും ആദതായനാണ്. അവർ ആദതായികളാണ്. അദ്വൈതാൻ ആദതായന. അവർ ആദതായികളാണ്, ക്രിമിനൽസ് ആണ്. എങ്കിൽ പോലും എന്താണ്, അവരെന്റെ സ്വജനമാണ്. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുജുത്സും സമവസ്തുതം. ഈ യുദ്ധത്തിന് വന്നിട്ടുള്ള എല്ലാവർക്കും എന്താണ്, എന്റെ ബന്ധുക്കളാണ്, എന്റെ പിതൃക്കളാണ്. അല്ലെ, പിതൃൻ അത പിതാമഹാൻ.
മാതുലാൻ ശുശുരാൻ പൗത്രാൻ ശാലാൻ സംബന്ധിനസ്ഥത. എല്ലാവരും എന്റെ സംബന്ധികളാണ്, എന്റെ ബന്ധുക്കളാണ്. അതുകൊണ്ട് അവരെ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖമുണ്ടാവില്ല എന്നാണ് അർജുനൻ പരിഗണിച്ചത്. യഥാർത്ഥ ധർമ്മം എന്താണെന്ന് അർജുനൻ പരിഗണിച്ചില്ല. യഥാർത്ഥത്തിൽ ഭഗവാൻ ആഗ്രഹം എന്താണ് അതും അർജുനൻ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം സുഖത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു. പിന്നീട് എന്ത് ചിന്തിച്ചു? ഈ യുദ്ധം വലിയ പാപമാണ്, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാപമാണ്. പാപമേവാശ്രയേ തസ്മാൻ അദ്വൈതാൻ ആദതായി. യുദ്ധം ചെയ്യുന്നത് പാപമാണ്. യഥാർത്ഥത്തിൽ ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം. അതുകൊണ്ട് അർജുനൻ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. യുദ്ധം ചെയ്യുന്നത് ക്ഷത്രിയന് പാപമല്ല, യുദ്ധം ചെയ്യുന്നത് ക്ഷത്രിയന്റെ ധർമ്മമാണ്. ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? അതിനൊക്കെ മറുപടിയായി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ അർജുനൻ പറഞ്ഞതിനെല്ലാം മറുപടി ഭഗവാൻ ഇവിടെ പൂർത്തീകരിക്കുന്നുണ്ട്. എന്താണ് ഭഗവാൻ പറയുന്നത്? യഥഹങ്കാരമാശ്രിത്യ നയോച്യ ഇതി മന്യസേ. നീ നിന്റെ ശരീരഭാഗത്ത് വരുന്ന നിന്നെ കുറിച്ച് മാത്രം ചിന്തിച്ച് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മിഥ്യേഷ വ്യവസായസ്ഥെ പ്രകൃതിസ്ഥാൻ വിയോക്ഷ്യസി. അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. അത് നിന്റെ തെറ്റായിട്ടുള്ള ധാരണയാണ്. നീ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് പാപം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? യുദ്ധം ക്ഷത്രിയന്റെ ധർമ്മമാണ്. സ്വഭാവജേന കൗന്ദേയ നിബദ്ധ സ്വേന കർമ്മണം. നിന്റെ സ്വഭാവം, സ്വാഭാവികമായിട്ടുള്ള കർമ്മം നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടുള്ള കർമ്മം ചെയ്യണം. സ്വേ കർമ്മണ്യഭിരത. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നമ്മൾക്ക് ഏതാണോ അനുയോജ്യമായിട്ടുള്ള കർമ്മം അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുകയല്ല വേണ്ടത്. അപ്പോൾ നിന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യേണ്ടത്. മാത്രമല്ല അത് ഭഗവാന്റെ ആഗ്രഹമാണ്. ഭഗവാൻ നിർദ്ദേശിച്ചു, മാമനുസ്മര യുദ്ധച്ച. എന്നെ അനുസ്മരിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഭഗവാന്റെ ആജ്ഞാലംഘനമായിട്ട് മാറും. ഭഗവാന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചത് അതുപോലെ ഉണ്ടാകും. അതുകൊണ്ട് അതെന്തായിട്ട് മാറും? പാപമായിട്ട് മാറും. അങ്ങനെ ഭഗവാന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ വീണ്ടും ഈ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. സപ്തരജ സ്തമങ്ങൾ അനുസരിച്ച് വീണ്ടും നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നീ ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജീവന് ഏറ്റവും ഉയർന്ന പ്രവൃത്തി എന്താണ്? ഭഗവാനെ അനുസരിച്ച് ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രവൃത്തി. അതനുസരിക്കാത്തവർക്കാണ് ഈ ത്രിഗുണങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ അർജുനനും ഭഗവാന്റെ സുഹൃത്ത്, ഭഗവാന്റെ ഭക്തൻ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ട് സാധാരണ ഭൗതിക നിലവാരത്തിൽ പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അവിടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അർജുനൻ ചെയ്യേണ്ടി വരും. ഇവിടെ യുദ്ധം ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഭഗവാന്റെ ആജ്ഞ ധികരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ബലേന നിർബന്ധപൂർവ്വം നമ്മൾ ചെയ്യേണ്ടി വരും. പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. പ്രകൃതി നമ്മളെ കൊണ്ട് നിർബന്ധപൂർവ്വം ചെയ്യിക്കുന്നതാണ്. നമ്മൾ ഈ ശരീരം എടുത്തിട്ടുള്ളതും ശാരീരികമായി പ്രവർത്തിക്കുന്നതും ഒക്കെ പ്രകൃതി നിർബന്ധപൂർവ്വം പ്രവർത്തിപ്പിക്കുന്നതാണ്. അല്ലെ? നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതി നമ്മളെ നിർബന്ധിക്കുന്നതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. അപ്പൊ അങ്ങനെ വീണ്ടും പ്രകൃതി നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ രണ്ട് ശ്ലോകങ്ങൾ. ഓക്കെ, അപ്പം ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. അത് ഇത് 60ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എന്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരും. അതിന്റെ അർത്ഥം എന്താണ്? Yes.